PM ശ്രീയുടെ പേരിൽ CPM-ഉമായി ഇടഞ്ഞു നിൽക്കുന്ന CPI-യുടെ തുടർ നീക്കങ്ങൾ ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. മുന്നണി മര്യാദകൾ ലംഘിച്ചെന്ന് പാർട്ടി സെക്രട്ടറി തുറന്നു പറഞ്ഞത് ഇടതുമുന്നണിയിലെ വിള്ളൽ വ്യക്തമാക്കുന്നതാണ്. നാളെ ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം അതുകൊണ്ട് തന്നെ നിർണായകമാണ്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, PM ശ്രീ പദ്ധതിയിൽ CPM-CPI വിള്ളൽ വ്യക്തമായി തന്നെ പുറത്തുവന്ന സാഹചര്യത്തിൽ CPI അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ CPM-ന്റെ ഭാഗത്തു നിന്നും നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെ ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം എത്രത്തോളം നിർണായകവുമാകും? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നാളെ ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം എത്രത്തോളം നിർണായകമെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. പ്രധാനമായും എടുത്തു പറഞ്ഞാൽ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട ആദ്യം ഒരു കോലാഹലം സൃഷ്ടിച്ചുവെങ്കിലും നമുക്കറിയാം CPIക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് നിലനിൽക്കുവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒക്കെ തന്നെയും എത്തരത്തിൽ പരിഹരിക്കപ്പെടുമെന്നാണ് രാഷ്ട്രീയ കേരളം നാളെ നോക്കിക്കാണുന്നത്. നമുക്കറിയാം PM ശ്രീയെ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ വിമർശിക്കുകയും കേന്ദ്ര പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നാൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടാവില്ല എന്ന് പ്രചരിപ്പിച്ചതും ഈ മുൻനിരയിലുള്ള മന്ത്രിമാർ തന്നെയായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും സംസ്ഥാന സർക്കാരും ഈ പദ്ധതിയുമായി തങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുകയും അവർ പോലും അറിയാതെ ഇത്തരത്തിൽ പദ്ധതിയിൽ ഒപ്പുവെക്കുകയും ചെയ്തത് എന്നതാണ് ഏറ്റവും സവിശേഷമായി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. തുടർന്നുണ്ടായ കോലാഹലങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാവുന്നു. പക്ഷേ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയത് PM ശ്രീയുമായി തങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന നിലപാട് തന്നെയാണ്. പിന്നീട് ബിനോയ് വിശ്വത്തിന്റെ ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. മുന്നണിയുടെ മര്യാദകൾ ലംഘിച്ചു എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെയും വലിയ രീതിയിൽ രൂക്ഷമായി വിമർശിച്ചതും നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് അനുനയ നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഉണ്ടാവും. ആ യോഗത്തിൽ എത്തരത്തിലായിരിക്കും ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ പ്രതികരിക്കുക എന്നതും ഏറ്റവും നിർണായകമാണ്. പക്ഷേ പ്രധാനമായും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എന്തായാലും നമുക്കറിയാം, തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരിക്കലും CPI ഇങ്ങനെ പെട്ടെന്ന് യാതൊരു തരത്തിലുള്ള തീരുമാനവും എടുക്കില്ലെന്നും നമ്മൾക്കറിയാം. പക്ഷെ എന്തിനാണ് ഇത്തരത്തിലുള്ള കോലാഹലം സൃഷ്ടിക്കുന്നതും എന്നതും ഒരു ചോദ്യമായി ഉയരുകയാണ് രോഹിണി. എന്തായാലും നാളെ ഇത്തരത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നു. അതിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ CPM-ന്റെ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്നതും നമ്മൾ നോക്കി കാണുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും നാളെ നടക്കുന്ന യോഗം ഏറെ നിർണായകമാണ്. നമുക്കറിയാം, PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട ഏക വിദ്യാർത്ഥി സംഘടന ABVP ആണ്. അതോടൊപ്പം തന്നെ ABVP വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിനെ വലിയ രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കുവാൻ SFI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ്. ഈ SFI അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങളുടെ ഈ പ്രതിഷേധത്തെ ഇങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ MV ഗോവിന്ദൻ ഉൾപ്പെടെ പറയുന്നത്, ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും പ്രതിഷേധിക്കുവാനുള്ള അർഹതയുണ്ട്, അവസരമുണ്ട്, അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യാതൊരു എതിർപ്പുകളെയും അവർ പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ്. അത്തരത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ അത് ആ വഴിക്ക് നടക്കട്ടെ എന്നൊരു കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും മലക്കമറിഞ്ഞുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ന്യായീകരണവും PM ശ്രീയിൽ നമ്മൾ കണ്ടതാണ്. ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു. ഈ ഇരു മുന്നണിയിലെയും പൊട്ടിത്തെറി വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയാവും എന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്നത് തന്നെയാണ് രോഹിണി എടുത്തു പറയേണ്ടത്. പ്രത്യയശാസ്ത്രവും മുദ്രാവാക്യവും ഒന്നും തന്നെ ഇടതുപക്ഷ സർക്കാരിന് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന MV ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ അവർ നിലനിന്നിരുന്ന പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന നിലപാട് തന്നെയാണ് നമുക്ക് ഈ PM ശ്രീയിൽ കാണാൻ കഴിയുന്നത് രോഹിണി. ശരി, ദിസ്ന സുരേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.